ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒട്ടും കയ്പില്ലാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ പലർക്കും ഉണ്ടാകുന്ന കംപ്ലൈൻറ്റാണ് നാരങ്ങ അച്ചാർ ഉണ്ടാക്കുന്ന സമയത്ത് കയ്പ്പ് ഉണ്ടാകുന്നത് എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു 2-3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് 2-3 ടിപ്സ് ഞാനിവിടെ പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങൾ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്കും വീട്ടിൽ കയ്പില്ലാത്ത നാരങ്ങ അച്ചാർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ സാധാരണ അച്ചാർ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് നാരങ്ങ അച്ചാറൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് നമുക്കറിയാം അതിന് തീരെ കയ്പ്പുണ്ടാവില്ല, നല്ല ടേസ്റ്റി ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ അച്ചാർ ഉണ്ടാക്കുമ്പോൾ നമ്മൾ അതിൽ പ്രത്യേകിച്ചിട്ട് നല്ല എരിവും പുളിയും ഉപ്പും ഒക്കെ പാകത്തിന് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു പെർഫെക്റ്റ് ആയിട്ട് അച്ചാർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം. ഈ ഒരു രീതിയിൽ നിങ്ങൾ അച്ചാർ ഉണ്ടാക്കിയാൽ നമുക്ക് കുറച്ച് വാടിപ്പോയ നാരങ്ങ ആയി കഴിഞ്ഞാലും നല്ല കയ്പില്ലാണ്ട് തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് അച്ചാർ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ കുറച്ച് നാരങ്ങ എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 10-20 നാരങ്ങ ഉണ്ടാകും. അത് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം നമുക്കിതൊന്ന് ആവി കയറ്റിയെടുക്കണം. അപ്പോൾ എൻ്റെ അടുത്തുള്ളത് അത്ര ഫ്രഷ് ആയിട്ടുള്ളതൊന്നുമല്ല, ഒരു ഇത്തിരി വാടിയിട്ടുണ്ട്. കാരണം ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞതാണ്. എന്നാലും നമുക്ക് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ കയ്പില്ലാത്തൊരു അച്ചാർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിതാ ഒരു 10 മിനിറ്റ് ഒന്ന് ആവി കയറ്റിയിട്ടുണ്ട്. നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കണം. നമുക്ക് അതായത് അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ വെള്ളമൊന്നും അങ്ങനെ ഇറങ്ങി വരാൻ പാടില്ല. നമ്മളൊന്ന് പ്രസ് ചെയ്യുന്ന സമയത്ത് ഏകദേശം ഇതുപോലെ ഒന്ന് കുഴിഞ്ഞു പോകണം. അതാണ് അതിൻ്റെ കറക്റ്റ് പരുവം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഇങ്ങനെ ഇതുപോലെ നിങ്ങൾ വേവിക്കുന്ന സമയത്തൊക്കെ അതിൽ നിന്നൊക്കെ പൊട്ടിയിട്ട് വെള്ളം വരുന്നുണ്ടാകും. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇതുപോലെ ആയിരിക്കണം അതിൻ്റെ ഒരു കറക്റ്റ് പരുവം. പിന്നെ നമ്മൾ അച്ചാർ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ എടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക. അതുപോലെ നമ്മളെ നാരങ്ങ ഇവിടെ നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ നമ്മളിത് കട്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് ഓരോന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നാരങ്ങ അച്ചാർ ഉണ്ടാക്കുമ്പോൾ കയ്പില്ലാതിരിക്കാനുള്ള ഒന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, നമ്മളിത് കട്ട് ചെയ്യുന്ന സമയത്ത് അതിലുണ്ടാകുന്ന കുരുവൊക്കെ നമ്മളൊന്ന് മാറ്റിക്കളയണം. അപ്പോൾ കുരു അതിൻ്റെ ഉള്ളിലുണ്ടാകുമ്പോൾ നമ്മൾ അച്ചാർ ഉണ്ടാക്കുമ്പം കയ്പ്പ് രസം ഉണ്ടാകും. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. കുരുവൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിവിടെ എല്ലാം കട്ട് ചെയ്തിട്ട് അതിൻ്റെ കുരുവൊക്കെ റിമൂവ് ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചതിന് ശേഷം നമുക്കതിലേക്ക് എള്ളെണ്ണ ഒഴിച്ചു കൊടുക്കുക. സാധാരണ നമ്മൾ എള്ളെണ്ണയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അച്ചാർ ഉണ്ടാക്കുന്ന സമയത്ത്. അപ്പോൾ തീരെ നിവൃത്തിയില്ല ഇങ്ങടുത്ത്, അതില്ല എന്നുണ്ടെങ്കിൽ മാത്രം വെളിച്ചെണ്ണ യൂസ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. അപ്പോൾ കടുക് ഒന്ന് നന്നായിട്ട് പൊട്ടി വരട്ടെ. ആ ഒരു സമയമാണ് നമ്മളിതിലേക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കുന്നത്. അച്ചാർ ഉണ്ടാക്കുമ്പോൾ ഉലുവ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാതിരിക്കുക. ഇനി നമുക്ക് അത് രണ്ടും ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്കതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ മാത്രം ഇട്ടിട്ടേ ഇതൊക്കെ ചെയ്യാൻ പാടുള്ളൂ. എന്നാൽ നമ്മളെ ഇഞ്ചിയും പച്ചമുളകൊന്നും കരിഞ്ഞു പോകാനും പാടില്ല. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് എത്രത്തോളം കറിവേപ്പില ആവശ്യമുണ്ടോ അത്രയും നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കറിവേപ്പില ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ അച്ചാറിന് ഉണ്ടാകുക. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ പൊടികൾ ചേർക്കുന്ന സമയം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, നമ്മൾ തീ നന്നായിട്ടൊന്ന് കുറച്ച് വെക്കണം. അല്ലെങ്കിൽ നമ്മളെ പൊടികളൊക്കെ കരിഞ്ഞു പോയിട്ട് ഒരു കയ്പ്പ് രസം ഉണ്ടാകും. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് എത്രത്തോളം എരിവ് വേണോ അതിനനുസരിച്ചിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ നല്ല എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എരിവില്ലാത്ത മുളക് പൊടി വേണമെങ്കിൽ അതും കൂടി നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. രണ്ടും കൂടി പ്രത്യേകിച്ച് ഒരു അളവ് എടുത്തിട്ട് നിങ്ങൾക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെ പൊടികളുടെയൊക്കെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ചേർക്കേണ്ടത് കായമാണ്. അപ്പോൾ കായം പൊടിച്ചതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ മുഴുവനായിട്ടുള്ള ഉലുവയും ചേർത്തിട്ടുണ്ട്, ഉലുവ പൊടിച്ചതും ചേർത്തിട്ടുണ്ട്. അപ്പോൾ പൊടികളുടെയൊക്കെ പച്ചമണം മാറി നമ്മളെ ആ മുളക് പൊടീൻ്റെ ഒക്കെ ഒരു കളറൊക്കെ നല്ലൊരു കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച നാരങ്ങ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നാരങ്ങ കട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഏതാണ് വലിപ്പം എന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് ഒരു 4 പീസായിട്ടാണ് ഒരു നാരങ്ങ കട്ട് ചെയ്തത്. ഇനി ഇതിനേക്കാളും ചെറിയ സൈസ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഉപ്പാണ്. ഉപ്പ് ഒരുപാട് തന്നെ നമുക്ക് വേണം. അതറിയാം, നമുക്ക് അച്ചാറിനെന്ന് പറയുമ്പോൾ ഉപ്പ് നന്നായിട്ട് തന്നെ മുന്നിട്ട് നിൽക്കണം. എന്നാൽ മാത്രമേ നമ്മൾ അച്ചാറൊക്കെ ഒന്ന് ചീഞ്ഞ് വരുന്ന സമയത്ത് ആ ഉപ്പൊക്കെ കറക്റ്റായിട്ട് പിടിക്കുള്ളൂ. ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു സമയം ഉപ്പ് നോക്കുമ്പോൾ നമുക്ക് ഉപ്പ് അധികം തന്നെ വേണ്ടി വരും. കാരണം ഇതിൻ്റെ കയ്പ്പ് അങ്ങനെ ഉണ്ടാവും നമുക്ക്. പക്ഷേങ്കിൽ നമ്മൾ ഉപ്പ് കുറച്ചധികം അളവ് തന്നെ ഒന്ന് ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇനിയിപ്പം നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് വിനാഗിരിയാണ്. അപ്പോൾ വിനാഗിരി നിങ്ങൾക്ക്
ചൂടാക്കിയിട്ട് വേണമെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഡയറക്റ്റ് തന്നെ ഇതിലേക്ക് ഒഴിക്കുക ചെയ്യുന്നത്. കാരണം നമ്മളിത് അടുപ്പത്ത് വെച്ചിട്ട് തന്നെയാണ് ഇത് വേവിക്കുന്നത്. ആ ഒരു സമയം ഇതിൽ നിന്ന് തിളച്ചോളും. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ചിട്ട് ഞാനവിടെ ചൂടാക്കിയിട്ട് ഒഴിക്കുന്നൊന്നുമില്ല. അപ്പോൾ ഇതിലേക്ക് ചേർത്തതിന് ശേഷം നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് പഞ്ചസാരയാണ്. അപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ അച്ചാറിന് കയ്പ്പ് പ്രത്യേകിച്ച് ഇല്ലാണ്ടാകും. അതുകൊണ്ടാണ് അത് ചേർക്കുന്നത്. അപ്പോൾ അധികമായി പോകണ്ട. അപ്പോൾ അച്ചാർ നല്ലൊരു മധുരമായി പോകും. അപ്പോൾ നമ്മൾ ഈ എരിവും ഉപ്പും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാനും പിന്നെ ഒരു കയ്പ്പ് രസം കുറയാനും മാത്രമാണ് നമ്മളിതിൽ പഞ്ചസാര ചേർക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് പഞ്ചസാര ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിതിൽ 1 ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നമ്മൾ രണ്ടാമത്തെ ടിപ്പാണ്. നമ്മൾ നാരങ്ങ അച്ചാറിന് കയ്പ്പ് രസം ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള രണ്ടാമത്തെ ടിപ്പാണിത്. അപ്പോൾ വേറൊരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ നാരങ്ങ വേവിക്കുന്നതാണ്. ആവിയേറ്റി വേവിക്കുമ്പം തന്നെ നമ്മളെ നാരങ്ങേൻ്റെ കയ്പ്പ് ഇല്ലാണ്ടാകും. അപ്പോൾ അത് നമ്മൾ മൂന്നാമത്തെ ടിപ്പാണ്. അപ്പോൾ പഞ്ചസാരയും ചേർത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കയ്പ്പ് രസം ഒരു ഇത്തിരി ഉണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി പഞ്ചസാര ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് തണുക്കാൻ വെക്കണം. എന്നിട്ട് മാത്രമേ നമ്മൾ കുപ്പിയിലേക്ക് മാറ്റാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ നാരങ്ങാണ്ട നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് ഡ്രൈ ആയിട്ടേ ഇരിക്കുന്നത്. ഇനിയിപ്പോൾ ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വരും. അപ്പോൾ അതുകൊണ്ട് ഞാനിതിലേക്ക് വെള്ളമൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് നല്ലോണം നല്ല ഗ്രേവി പോലത്തെ ഒരു അച്ചാറാണ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുള്ള വെള്ളം നമുക്ക് ആ അടുപ്പത്ത് തന്നെ ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിതിൽ വിനാഗിരി മാത്രമേ ചേർത്തിട്ടുള്ളൂ. പിന്നെ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്കിനി ഇതൊരു ബോട്ടിലേക്ക് മാറ്റി വെക്കാം. നമ്മൾ സാധാരണ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലൊന്നും മാറ്റാൻ പാടില്ല. നമ്മൾ ഗ്ലാസ് ബോട്ടിൽ തന്നെയാണ് അച്ചാർ സൂക്ഷിച്ച് വെക്കേണ്ടത്. അപ്പോൾ നല്ലൊരു ഗ്ലാസ് ബോട്ടിൽ എടുത്തതിന് ശേഷം നിങ്ങൾ നന്നായിട്ട് കഴുകിയിട്ട് വെളുത്തൊക്കെ വെച്ച് ഉണക്കിയതിന് ശേഷം മാത്രമേ അതിലേക്ക് അച്ചാർ മാറ്റിയിടാൻ പാടുള്ളൂ. അല്ലെങ്കിൽ കുറച്ച് സമയം കഴിയുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ അതിലേക്ക് പൂപ്പിലൊക്കെ വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഇതാക്കി വെക്കുന്ന കുപ്പി നല്ല വൃത്തിയുള്ളതായിരിക്കണം. നല്ല ഡ്രൈ ആയിട്ടുള്ള കുപ്പിയായിരിക്കണം. അപ്പോൾ നമുക്കിനി അച്ചാർ ഇതിലേക്ക് മാറ്റി വെക്കാം. നമ്മൾ അടുപ്പത്തുനിന്ന് വാങ്ങിക്കുന്ന ആ ഒരു സമയത്തിന് എല്ലാം നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. നിങ്ങൾക്ക് വിനാഗിരി വേണമെങ്കിൽ കുറച്ച് പുളി വേണമെങ്കിൽ നിങ്ങൾക്ക് വിനാഗിരി ആഡ് ചെയ്യുക. അതുപോലെ ഉപ്പും പഞ്ചസാരയും ഒക്കെ ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടേ മാറ്റി വെക്കാൻ പാടുള്ളൂ. എന്നാൽ മാത്രമേ ഇത് ഉപ്പ് കുറച്ച് മുന്നിട്ട് തന്നെ നിൽക്കണം. അപ്പോൾ ഇത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒക്കെ സെറ്റായിട്ട് വരണമെങ്കിൽ നമ്മൾ ഈ ഒരു സമയം തന്നെ എല്ലാം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഏകദേശം ഒരാഴ്ച കൊണ്ട് തന്നെ ഇതൊക്കെ ഒന്ന് റെഡിയാകും. നമുക്ക് വേഗത്തിൽ തന്നെ കഴിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമുക്ക് വീട്ടിൽ ഒട്ടും കയ്പില്ലാണ്ട് നാരങ്ങ അച്ചാർ ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ 2-3 അച്ചാറിൻ്റെ റെസിപ്പി ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. വിനാഗിരി തീരെ ചേർക്കാത്ത ഒരു മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പി ഉണ്ട്. അതുപോലെ നമ്മുടെ കണ്ണൂർ സ്പെഷ്യൽ ബീട്രൂട്ട് അച്ചാറിൻ്റെ റെസിപ്പിയൊക്കെ ഉണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ ഉണ്ടെങ്കിൽ പോയിട്ടൊന്ന് കാണാം. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറന്നു പോകരുത്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയൊരു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക്